കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശരീരം അങ്ങോട്ട് സെറ്റ് ആവണില്ല. നാവിൻ്റെ തുമ്പ് എപ്പോഴും ഇങ്ങനെ തരിച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണമായിരുന്നു കേട്ടോ. അതിൻ്റെ റിസൾട്ട് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ വാങ്ങിച്ച് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്കുള്ള യാത്ര. ചില അസുഖങ്ങൾ വരുന്നേക്കാട്ടും മുന്നേ നമ്മുടെ ബോഡി തന്നെ നമുക്ക് ചില സിംറ്റംസ് കാണിച്ചു തരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇപ്പം ഈ പറഞ്ഞ നാവിൻ്റെ തരിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ 5-ാം കല്ല്. ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെയും ഉണ്ടാവില്ലേ? നല്ല ഉഷാറായിട്ട് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. നമ്മളങ്ങനെ വീടൊക്കെ എത്തിയപ്പോഴേക്കും കുട്ടപ്പം വന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പം ഇന്ന് എന്തായാലും ചിക്കൻ വാങ്ങിച്ചതല്ലേ, ചിക്കൻ്റെ ഒപ്പം നമുക്ക് കൈപ്പത്തിരിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഞാൻ. നമ്മളിപ്പോഴായി പിന്നെ കാലത്ത് എണീറ്റിട്ടുണ്ടെന്ന് വെച്ചാൽ വെറും വയറ്റിൽ നമ്മുടെ നെല്ലിക്കായും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാറുണ്ട്. പായുനിന്ന് അത് ഷോർട്ട് ഗ്ലാസ്സിൽ വേണമെന്ന് പറഞ്ഞിട്ട് അതിലാണ് കേട്ടോ ഒഴിച്ച് കുടിക്കുന്നത്. നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതൊന്ന് ട്രൈ ചെയ്തേക്കൂ. മാസത്തിലൊരു 15 ദിവസമെങ്കിലും ട്രൈ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതിനിടയിൽ റിസൾട്ടും കൂടെ വന്നിട്ടുണ്ട്. ESR ഭയങ്കര ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അതെന്തായാലും നമ്മൾ ഡോക്ടറെ കാണിക്കാൻ തന്നെ വേണം. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. ഷുഗറും പ്രഷറൊക്കെ വളരെ നോർമലാണ്. എന്തായാലും വയസ്സായി.